അല്ല അപ്പൊ മല്ലിക എവിടുക്കാ പോയത്? മല്ലിക എന്നോളുടെ ഒരു കൂട്ടുകാരിയുടെ സഹോദരന്റെ കല്യാണം. അപ്പൊ കുട്ടികളൊക്കെ പടം വെട്ടി വലിച്ചിട്ട് ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പൊ ഈ പോയില്ലേ? ഏയ് ഞാൻ ഇപ്പൊ എന്നെയും വിളിച്ചതാണ്. അവളേക്ക് എനിക്കൊരു പണി വേറെ അത് ശരിയായിട്ട് അതിന് പോയതാ. അപ്പൊ നോക്കുമ്പോ പണി സാധനങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ. അപ്പൊ നേരെ തിരിച്ചും കടഞ്ഞു പോകുന്നു. ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം അവിടെ ഉണ്ട്, ഭക്ഷണം കഴിക്കാം. അല്ല ഭക്ഷണം ഇവിടുന്ന് കഴിക്കാന്നാ? ഏയ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ടുണ്ടോ? ഓ ഞാൻ ഉച്ചക്ക് പണി മാറ്റി വരുമ്പോ വിചാരിച്ചിട്ടേ വെച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു പണി? എന്തൊരു കഷ്ടാണ് എന്റെ പരീക്കുട്ടി, ആകെ പലഞ്ഞു ഞാൻ. ചേട്ടാ ഒരു കല്യാണം കിട്ടി ചുറ്റിത്തിരിയായിരുന്നു. ഞങ്ങൾക്ക് ഇവനെ കണ്ടതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റിനെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പൊ തന്നെ എനിക്ക് പൊക്കി കൊണ്ടുവന്നു. എന്റെ പൊന്ന് ചങ്ങാതി, ഇവൻ കല്യാണത്തിന് പോയതാണ് ഇവന്റെ അമ്മയുടെ കൂടെ. ചേട്ടാ അത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾ ആ പോസ്റ്റ് കണ്ടോണ്ടല്ലേ ഞങ്ങൾ എന്താ കാര്യം എന്ന് പറയാം മാഷേ, ഇവനെ ഇപ്പൊ കാണാണ്ടായി എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. കാണാണ്ടായി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയിട്ട് കൊറേ ആയി. പിന്നെ ഈ ആൾക്കാർ കാണുന്നോടത്തുനിന്നൊക്കെ അവനങ്ങനെ പിടിച്ചോണ്ടിരിക്കാണേ. ഇപ്പൊ എന്താ നമ്മളിപ്പോ എന്താ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചെക്കനെ ഇതുവരെ കൊണ്ടുവന്ന പെട്രോളിന്റെ പൈസ തന്നിട്ട് പോയാൽ. പെട്രോളിന്റെ പൈസ ഞാൻ കുറെ ആളുകൾക്ക് കൊടുത്തു. മടുത്തു ഞാൻ. പെട്രോളിന്റെ പൈസ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയലെന്ന് പറഞ്ഞാല് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂ. എന്റെ കയ്യിൽ പൈസ ഇല്ലാതെ അങ്ങനെ പറയല്ല. അവരൊരു സഹായം ചെയ്തല്ല, അവർക്ക് ഇപ്പൊ അറിയില്ലല്ലോ. എന്തെങ്കിലും കൊടുത്ത് വിടുക. അല്ല തന്നില്ലെങ്കിൽ ഈ ചെക്കൻ നമ്മൾ അങ്ങനെയൊന്നും പറയല്ല. നിങ്ങളൊരു മര്യാദ കാണിച്ചിട്ട് പിന്നെ മോശമാക്കണ്ട. പെട്രോളിന്റെ പൈസ തന്നേ പറ്റൂ. പെട്രോളിന്റെ പൈസ 250 രൂപ. 250 ഉറുപ്പ്യ കല്യാണം നിങ്ങളോ? അതെ, ആകെ 200 ഉറുപ്പ്യ ഉണ്ട് എന്റെ അടുത്ത്. 200 ഉറുപ്പ്യ ഞാനും മാത്രമേ ഉള്ളൂ. 200 രൂപ? 50 രൂപ തരും. 50 രൂപ ഇല്ല ചേട്ടാ. അത് കച്ചവടമൊന്നും അല്ലല്ലോ. നിങ്ങളിപ്പോ ഒരു സഹായം ചെയ്തല്ലേ. മേലെ ഇങ്ങനത്തെ പോസ്റ്റ് എടുത്തിടല്ലേ? പറ്റിപ്പോയി. അപ്പൊ നിന്നെ പിടിക്കണ സമയത്ത് നിനക്ക് പറഞ്ഞൂറച്ചക്ക. അപ്പൊ ബിരിയാണി കഴിക്കാൻ പോയതാ. അപ്പൊ പിടിച്ചോണ്ടെന്ന് അനക്ക് അമ്മയുടെ അടുത്ത് നിന്നാ പോരെ, അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചാ പോരെ. അപ്പൊ അമ്മ പറയൂലേ? അപ്പൊ ഞാൻ ബിരിയാണിയിൽ കൈയിട്ടല്ല, അപ്പത്തിന് അവരിങ്ങനെ പിടിച്ചോണെന്ന് വാടാന്ന് പറഞ്ഞ് പിടിച്ചോണെന്ന്. ചോറ് നിന്നിട്ടില്ലേ? ഇല്ല. നന്നായി. ഇപ്പൊ മല്ലികഞ്ഞി ഇപ്പൊ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ടാവും. വല്ലാത്തൊരു കഷ്ടാണ്. ബിരിയാണി അടിച്ചൊന്നാ മതിക്ക്. ഇവിടെ ചോറിന്റെ ഇവിടുന്ന് തിന്നാ. മല്ലികേ, അതെ 2 കുരുത്തം കെട്ട ചെന്നിക്കരുത്. ചെക്കനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. പറയല്ലേ ആൾക്കാര്. എന്താ ചെയ്യാന്ന് വേറൊരു അതെ, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ചെക്കൻ. നീ വരണ സമയത്ത് എന്തെങ്കിലും ലക്ഷം ബിരിയാണി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് എടുത്തോണ്ട് പോരാ അവിടുന്ന്. ഒരു വഴിക്ക് ഇറങ്ങാൻ പാകില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അതേ ശരി എന്നാ. എടാ കുറച്ച് ദിവസത്തേക്ക് എന്നോട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എങ്ങോട്ടും മാറരുത്. എന്നെ കാണാണ്ടായിട്ട് പോസ്റ്റ് ഇട്ടതിന്റെ ഇപ്പൊ ഈ കാണുന്നതൊക്കെ. അതെ, ഇതിപ്പോ ആദ്യം നമ്മുടെ ജോസുട്ടീനെ വിളിക്കേ. ഓനാണല്ലോ ഇപ്പൊ ഈ പണിയൊക്കെ ചെയ്തേ. ഓനെ വിളിച്ചിട്ട് ഈ കാര്യം ഇതിന് എന്താണ് ഇനി വേറെ സംവിധാനം എന്നൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ എല്ലാവരും വർത്താനം കേട്ടാ ഞാനതുകൊണ്ട് ഉപദ്രവിച്ച പോലെയല്ല. ഞാനന്നൊരു ആവശ്യം വന്നപ്പോ ഒരു സഹായം ചെയ്തതല്ലേ. ഇനിയിപ്പോ ആ മെസ്സേജ് മായ്ച്ചു കളയാനെങ്കിലും പറ്റുമോ? മായ്ക്കാനൊന്നും പറ്റൂല. അത് സെൻഡ് ചെയ്തിട്ട് ലോകം മുഴുവൻ ആയി പോയില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യൂ? അതിനൊരു ഐഡിയ ഉണ്ട്. അവര് കളിക്കാൻ പോവാത്തതിന്റെ വിഷമാണ്. അതേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോ അന്ന് ഇവനെ കാണാനില്ലാന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ചിട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവന്റെ പടം വെച്ചിട്ട് അന്ന് കാണാതായ അച്ചുവിനെ ഇത്രാം തീയതി തിരിച്ചു കിട്ടി എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി സെൻഡ് ചെയ്യണം. അപ്പൊ ഓക്കെ ആയില്ലേ? അങ്ങനെ ഓക്കെ ആവും. ഇപ്പൊ ഈ മെസ്സേജ് കാണാത്തൊരു മറ്റേ മെസ്സേജാ കണ്ടെന്ന് വെച്ചാൽ അപ്പോഴും പിടിച്ചോണ്ട് വരും. കൊണ്ടുവരുമായിരിക്കുന്നല്ലോ. കൊണ്ടുവരില്ലേ? അതിന് ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നിനക്ക് ഇതുപോലത്തെ ഒരു ഫോൺ മേടിക്കണം. ഇപ്പൊ ഇത് തന്നെ എടുത്തോ. നിന്റെ ഒരു ഐഡിയയും വേണ്ട എന്റെ ജോസ് കുട്ടി. ഇതുപോലത്തെ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കണം. പറയട്ടേന്ന്. ഇതെന്തൊരു കഷ്ടം. ഇതുപോലത്തെ ഇപ്പൊ ഇത് 10,000 രൂപയുടെ ഫോണാണ്. ഇവന് വേണമെങ്കിൽ ഞാൻ ഒരു 7,000 രൂപ കൊടുക്കാം. കച്ചവടം പറയടി, ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ ഫോണില് ഇത് ഇവനാ തിരിച്ചു കിട്ടിയെന്നുള്ളൊരു മെസ്സേജ് ഉണ്ടല്ലോ, ആ സാധനം സേവ് ചെയ്തിട്ടേക്കണം. പിന്നെ ആരെങ്കിലും വന്ന് പിടിക്കുകയാണെങ്കിൽ നീ ഫോൺ എടുത്ത് കാണിച്ചിട്ട് ചേട്ടാ എന്നെ തിരിച്ചു കിട്ടിയതാണ്, ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിർത്തിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അല്ലേ? അതെ, എത്രയും പെട്ടെന്ന് ഓനക്കൊരു ഫോൺ മേടിച്ചു കൊടുത്താ അതാ നല്ലത്. ഇല്ലെങ്കിൽ ആ ജോസൂട്ടർ ഐഡിയ ആണ്. എവിടെ ചെന്ന് അവസാനിക്കാന്ന് പറയാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു ഭാഗ്യം വിചാരിച്ചോ. ഹലോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫോൺ അച്ഛന് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പൊ എന്തായിരുന്നു കേൾക്കാഞ്ഞത്?
എന്നാ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇത്രയും ബുദ്ധി ആർക്കും കൊടുക്കല്ലേ ദൈവമേ.